ഇസ്രായേലിലുള്ള ജനത മുഴുവനും വലിയ ഭയാശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ബങ്കറുകളിലേക്ക് പോകണം എന്നവർ പറയുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിലുള്ള പല ആശുപത്രികളും മുകൾ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും രോഗികളെ താഴെ തട്ടിലേക്ക് ബങ്കറുകളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം തന്നെ നോർമൽ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ മാറ്റുകയും താഴെ തട്ടിലേക്ക് അവരുടെ സംവിധാനങ്ങളെ മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലൂടെ ഉള്ള ഒരു മുൻകരുതൽ ഇസ്രായേൽ എടുക്കുന്നു. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ റിസർവ് സൈനികരെ അവർ 20,000-ഓളം വരുന്ന റിസർവ് സൈനികരെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അവർ എത്രയും പെട്ടെന്ന് സൈന്യത്തിലേക്ക് വരണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈനിക സംവിധാനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇറാന് നേരെയുള്ള ആക്രമണത്തെ അവർ വളരെ മുൻകരുതലോട് കൂടി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ തിരിച്ചടിക്ക് എങ്ങനെ ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. മറ്റൊന്ന് മേഖലയിലുള്ള ഗൾഫ് മേഖലകളിലുള്ള മുഴുവൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു. ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അമേരിക്കയുടെ തന്നെ നേരിട്ടുള്ള വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ള വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ള സ്ഥിരീകരിക്കാത്ത ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലാണ് ഇനി യുദ്ധത്തിൻ്റെ മറ്റൊരു മേഖലയായി മാറാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്ക് അടക്കാൻ ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഈ യുദ്ധം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമല്ല.